നമസ്കാരം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഔദ്യോഗികമായി നിർവഹിച്ചു. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ അവിടെ വരികയും ചെയ്തു. എന്നാൽ ഇതിനൊക്കെ തുടക്കക്കാരനായ ഉമ്മൻചാണ്ടി എന്ന ഒരു പഴയ മുഖ്യമന്ത്രി ഇന്ന് ജീവനോടെ ഇല്ല. പക്ഷെ എങ്കിലും ജീവനോടെ ഉള്ള ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ട്. പിണറായി വിജയൻ എന്നാണ് പേര്. അപ്പൊ അദ്ദേഹത്തിന് ഇതിന് തുടക്കക്കാരനെ വേണമെങ്കിൽ ഒന്ന് അനുസ്മരിക്കാമായിരുന്നു, അല്ല നിർബന്ധമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഒരു വാക്കുപോലും പറയാതെ പോയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കാൻ യോഗ്യത ഉള്ള ഒരു വ്യക്തി സത്യത്തിൽ ഉമ്മൻചാണ്ടിയാണ്. ഈ തുറമുഖത്തിനെതിരെ കൊടിയും പിടിച്ചുകൊണ്ട് നടന്ന വ്യക്തികളിൽ ഒരാളാണ് ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അതും അങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആദ്യം വരുമ്പോൾ സ്വാഭാവികമായും അതിനെ എതിർക്കും. പിന്നെ അത് നടപ്പിലാവുമ്പോൾ അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ടി വരുമ്പോൾ അതിന്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് വരികയും ചെയ്യും. ഏതായാലും ഇവിടെ സ്പീക്കർ എൻ ഷംസീർ അദ്ദേഹത്തോടൊരു അല്പം ബഹുമാനം തോന്നിയ ഒരു ദിവസമാണ് ഇന്ന്. കാര്യം 3 മണിക്കൂർ മുമ്പ്, ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് 3 മണിക്കൂർ മുമ്പ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു: ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നിസ്തുലമായ സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ ഈ ചരിത്ര നിമിഷം പൂർത്തിയാകില്ല എന്ന്. ഇനി ഇത് പറഞ്ഞതുകൊണ്ട് സ്പീക്കർ ഷംസീറിന്റെ സ്പീക്കർ സ്ഥാനം പോവോ MLA സ്ഥാനം പോവോ എന്നൊന്നും എനിക്ക് അറിയാൻ വയ്യ. ചിലപ്പോൾ പോയിന്ന് വരും. അതാണ് നിലവിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. താൻ അല്ലാതെ മറ്റാരും ആളാകണ്ട എന്ന ചിന്തയിലുള്ള ഒരു നേതൃത്വത്തിന് കീഴിൽ ആണത്തമുള്ള ആംബിയറുള്ള ഒരു മന്ത്രി പോലും ഇല്ലാതിരിക്കുന്ന ഈ സമയത്ത്, അതായത് കഴിവില്ലാഞ്ഞിട്ടല്ല, അവരുടെയൊക്കെ ആ ഒരു കഴിവ് ആർക്കൊക്കെ പണയം വെച്ചേക്കാണ്. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ ഒരു പൊതുമാധ്യമത്തിൽ, നവമാധ്യമത്തിൽ കൂടി ഇങ്ങനെ ഉമ്മൻചാണ്ടിയെ പരാമർശിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ചില്ലറ ധൈര്യം പോരാ. ഏതായാലും കേരളത്തിന്റെ സാമ്പത്തിക വഴികളിൽ ഒരു വലിയ നാഴികക്കല്ല് തീർക്കാൻ വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇത്തരത്തിലുള്ള പദ്ധതികൾ വരണം. ഇനി നാളെ യൂണിയൻകാരെല്ലാവരും കൂടെ സമരം നടത്തി പൂട്ടിക്കാഞ്ഞാൽ മതി. ഈ പാർട്ടിന്റെ ആൾക്കാർ തന്നെ അത് ചെയ്തോളും, യൂണിയനെ നിരോധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഏതായാലും നല്ല ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിൽ എല്ലാവർക്കും ഒപ്പം പങ്കെടുത്തപ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ പേര് കൂടി പറയാതെ ഇത് പൂർത്തിയാകില്ല എന്ന ഒരു ഓർമ്മ കൊണ്ടുവന്ന എം ഷംസീറിന് ഇത്രയൊക്കെ എതിർപ്പുകളുടെയും അതുപോലെ വിമർശനങ്ങൾക്കിടയിലും ഒരു അഭിനന്ദനം പറയാതെ വയ്യ.